സർ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ച നടക്കുകയാണ്. കാരണം ബ്രിക്സിൻ്റെ പെട്ടെന്നൊരു സമ്മിറ്റ്, ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ്. മോദി പങ്കെടുത്തില്ല. മോദി പങ്കെടുക്കാത്തതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുമൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് ശരിയായ അവസ്ഥ? കഴിഞ്ഞ ദിവസം ബ്രിക്സ് വിളിച്ചിരുന്നു മീറ്റിംഗ്. അതിനകത്ത് പ്രധാനമായിട്ടും അതിൻ്റെ അജണ്ട തന്നെ ഈ താരിഫ് വിഷയമായിരുന്നു. ഇപ്പം ലോകത്ത് താരിഫ് യുദ്ധമാണല്ലോ നടക്കുന്നത്. കാരണം അമേരിക്കയ്ക്കെതിരെ അല്ലെങ്കിൽ അമേരിക്ക 100 രാജ്യങ്ങൾക്കെതിരെ വെച്ചിരുന്ന താരിഫും ആ താരിഫിനകത്ത് ഈ പറയുന്ന അമേരിക്കയുടെ വേണ്ടപ്പെട്ട രാജ്യങ്ങൾ, അത് നാറ്റോ ആയാലും കൊള്ള, യൂറോപ്യൻ രാജ്യങ്ങളായാലും കൊള്ള, ജപ്പാൻ ഉൾപ്പെടെ അവർക്കുൾപ്പെടെ ഉള്ളൊരു ഏർപ്പെടുത്തുക, ആരെയും മുഖം നോക്കാതെ. അതുപോലെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്ത് രാജ്യമായിട്ടുള്ള ഇന്ത്യയുമായിട്ടും ഇദ്ദേഹം താരിഫിനകത്ത് ഈ പറഞ്ഞ 50%, അത് 25% ആദ്യം നമുക്ക് പിന്നെ പണിഷ്മെൻറ്റ് താരിഫ് എന്ന് പറഞ്ഞാൽ ഈ റഷ്യയുമായിട്ടുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് എണ്ണ മേടിക്കുന്നതാണ്. ഇന്ത്യ എണ്ണ മേടിക്കുന്നത് കൊണ്ടാണ് റഷ്യക്കകത്ത് യുദ്ധം ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള കാരണം വേറെ കാരണമൊന്നുമില്ല. അവന് പണം മേടിക്കാം, അമേരിക്കയ്ക്ക് മേടിക്കാം, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് 51% എണ്ണ മേടിക്കാം, ഈ പറഞ്ഞ ചൈനയ്ക്ക് മേടിക്കാം, ഇവരെല്ലാം ഈ പറയുന്ന റഷ്യയിൽ നിന്ന് കാര്യം മേടിക്കാം. അപ്പം നമ്മളുടെ പുറത്ത് താരിഫ് അല്ലെങ്കിൽ ഈ അമേരിക്ക പറഞ്ഞ കാരണം അല്ലെങ്കിൽ ഇവിടെ മേടിക്കുന്നു, നമ്മൾ അത് എന്ത് ചെയ്യുന്നു, ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുന്നു, അത് വീണ്ടും യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടും, അങ്ങനെ കാശുണ്ടാക്കും. നമ്മളെങ്ങനെ കാശുണ്ടാക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും. ചതി, അതെങ്ങനെ വേണത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ഒരു ന്യായം അവർ ചെയ്യുമ്പം, ഒരു കാര്യം അവർ ചെയ്യുമ്പം ന്യായവും വേറൊരാൾ ചെയ്യുമ്പോൾ അന്യായവുമാകുന്ന ഒരു സിസ്റ്റത്തിലേക്ക്, അതായത് തിരുവായ്ക്ക് എതിർവായില്ലെന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുള്ളൂ, അതേ രീതിയിൽ അമേരിക്ക പറയുന്നതെല്ലാം ശരിയാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകക്രമത്തെ ഇതുവരെ കൊണ്ടുപോയിരുന്ന ഒരു രാജ്യം. റഷ്യ നമ്മൾ എണ്ണ മേടിക്കുന്ന മാത്രം കുറ്റമാവുക, അയാൾ മേടിക്കുന്ന കുറ്റമല്ല, അയാൾക്ക് ഇഷ്ടമുള്ള മേടിക്കുന്ന കുറ്റമല്ല. അപ്പോൾ ഇത് വന്നപ്പോൾ പറഞ്ഞ് ഞങ്ങൾ മേടിക്കും എണ്ണ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ ബ്രിക്സിൻ്റെ പറഞ്ഞപ്പോൾ നമ്മൾ മേടിക്കും എണ്ണ. അപ്പോൾ അങ്ങനെയാണല്ലോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം, ആ മേടിക്കും എണ്ണ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട്, ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് മേടിക്കണം, ആരുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ള തിട്ടൂരം ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്, വേറെ ആരും ഇട്ടാൽ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ ഇന്ത്യ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഇതേ അഭിപ്രായമുണ്ട്. പറയുന്ന മനസ്സിലായി, ഈ അഭിപ്രായം പറയാനുള്ള കരുത്തില്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കരുത്തായി, നാറ്റോയ്ക്കകത്ത് കരുത്തായി, ചിലർക്ക് അഭിപ്രായം പറയാൻ തുടങ്ങി, ഫ്രാൻസ് പറയാൻ തുടങ്ങി, ജർമ്മനി പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ മറ്റു പലരും പറയാൻ തുടങ്ങി. ഈ പറയുന്ന പോലെ ഇതിനെതിരെ നിന്ന GCC രാജ്യങ്ങൾ, ഈ GCC രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു ഇതുവരെ? GCC രാജ്യങ്ങളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞ റെജീം ചേഞ്ച് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഈ രാജ്യഭരണമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കയറി അവരുടെ രാജ്യഭരണം ഇല്ലായ്മ ഈ ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ച്, അതുകൊണ്ട് ഇയാൾ പറയുന്നതെല്ലാം കേൾക്കുക, എന്നിട്ട് അവൻ്റെ സൈനിക താവളങ്ങൾ അവിടെ അനുവദിച്ചു കൊടുക്കുക, അവൻ എണ്ണയുണ്ടെങ്കിൽ ആ എണ്ണയ്ക്കകത്തുനിന്ന് ഇവൻ്റെ കമ്പനി കൊണ്ടുവന്ന് അവിടെ എണ്ണ ശുദ്ധീകരിക്കുക, ഇവൻ ഈ 100 രൂപ കിട്ടേണ്ടത് 20 രൂപ കൊടുത്തിട്ട് ബാക്കി 50 രൂപയും കൊണ്ട് പോവുക. ഇപ്പോൾ ഈ രീതിയിലെല്ലാം കണ്ടില്ലേ? അവർക്ക് അഭിപ്രായമുണ്ട്, ആ അഭിപ്രായങ്ങൾ പറയാൻ പറ്റത്തില്ല. അവരുടെ അഭിപ്രായം ഇസ്രായേലും പാലസ്തീനുമായിട്ട് അടിക്കുമ്പോൾ പാലസ്തീൻ്റെ ഭാഗമായി പറയുന്ന മുസ്ലിം രാജ്യങ്ങളെല്ലാം പറയാൻ പറ്റുമൂ? ഇല്ല, അമേരിക്ക പറയുന്നതാ ശരിയെന്ന് പറയും. അപ്പോൾ ഇതിന് വ്യത്യാസം വരുത്തുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യ അങ്ങോട്ട് നിന്നു, അഭിപ്രായം പറഞ്ഞു. 25% താരിഫ് മൈൻഡ് ചെയ്തില്ല, 50% താരിഫ് മൈൻഡ് ചെയ്തില്ല, ഉപരോധം കൊണ്ടുപോവുക. ഈ രീതിയിലേക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിന്നാൽ എന്താ കുഴപ്പം? ഇങ്ങനെ നിൽക്കാൻ പറ്റുമല്ലേ? ആ രീതിയിലേക്ക് ലോകത്തെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിപ്പിച്ചു. RIC വന്നു, മനസ്സിലായി? RIC കൂട്ടായ്മയ്ക്കകത്ത് SCO മീറ്റിന് ശേഷം ലോകത്തെ മാധ്യമങ്ങൾ എഴുതി എന്തോന്നറിയോ? 4 ശക്തികൾ 3 ശക്തികൾ ഒന്നിച്ചു. ലോകത്തെ 4 ശക്തികൾ ഉള്ളതിനകത്ത് 3 ശക്തികൾ ഒന്നിച്ചു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ആ രീതിയിൽ എഴുതി. അത് അവിടെ നിൽക്കുന്നു. അതിൻ്റെ കൂടെ ബ്രിക്സ് വരുമല്ലേ? ബ്രിക്സിനകത്ത് ഇപ്പം നിൽക്കുന്ന ആരാ? ബ്രസീൽ പറയുന്നു പോടേൻ്റെ പാടിന്. ഈ ഭാഷയാണ് പറഞ്ഞു. ഇയാളാരാ? ചക്രവർത്തിയാണോ? ചക്രവർത്തിയൊന്നാവണ്ട, ഇങ്ങോട്ടുണ്ടോ അങ്ങോട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കാം. ഇതേ രീതിയിലേക്കുള്ള വർത്തമാനമായി. ഇപ്പോൾ ഇന്നലെ തീരുമാനിച്ചത് ഇയാളുടെ താരിഫ് അംഗീകരിച്ചു കൊടുക്കുന്ന വിഷയമില്ല, അല്ലെങ്കിൽ അതിന് മറുഭാഗം നിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ഒന്നിക്കണം. അതിനകത്ത് ഏറ്റവും അവസാനം അവരിപ്പോൾ പറഞ്ഞു വന്നിട്ട് നമുക്കെല്ലാം കൂടെ അല്ലെങ്കിൽ ഒരു രൂപ, ഒരു നാണയം, അല്ലെങ്കിൽ ഒരു കറൻസി തന്നെ ഉണ്ടാക്കണം. അതിനൊന്നും ഇന്ത്യ നിന്ന് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ മീറ്റിങ്ങിനകത്ത് നമ്മളുടെ പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല. റഷ്യയുടെ പുടിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജയശങ്കറാണ് പങ്കെടുത്തത്. അപ്പോൾ അതിന് എന്താണ് പങ്കെടുക്കാത്തത്? കഴിഞ്ഞ ദിവസം ഇതുപോലെ വീണ്ടും ഫ്രണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് വന്നതുകൊണ്ടാണോ, അമേരിക്ക അങ്ങനെയാണോ? ജിയോ പൊളിറ്റിക്സിനകത്ത് അല്ലെങ്കിൽ ഇപ്പം ലോകക്രമത്തിനകത്ത് ഇന്ത്യയുടെ അഭിപ്രായത്തിന് വലിയ വലുപ്പമാണ്. ഇന്ത്യ എന്ത് പറയുന്നു എന്നുള്ള ലോകത്ത് ചർച്ച. SCO മീറ്റിനകത്ത് പുടിൻ വരുന്നത് കാര്യമല്ല, അല്ലെങ്കിൽ ചൈനയുടെ പ്രസിഡന്റ് പറയുന്നത് കാര്യമല്ല, അല്ലെങ്കിൽ ഇല്ല
ഉത്തര കൊറിയയുടെ അതൊന്നും അല്ല വിഷയം. മോദി എന്ത് പറയുന്നു, മോദി എവിടെ ഇരിക്കുന്നു, മോദി ആരോട്ട് സംസാരിക്കും, ഇതുപോലത്തെ ലോകത്തിനകത്ത് ഇന്ത്യക്ക് അത്രയും സ്റ്റാൻഡായി. അപ്പോൾ ഇന്നലെ ചർച്ച, പക്ഷേ അദ്ദേഹത്തിൻ്റെ 3 ദിവസത്തെ ഈ പറയുന്നത് പോലെ ഇതിനകത്ത് ബ്രിക്സിനകത്ത് പുള്ളിയെടുത്ത സ്റ്റാൻഡിനകത്തോ അമേരിക്കയുമായിട്ട് പുള്ളിയെടുത്ത സ്റ്റാൻഡിനകത്തോ RICയുമായിട്ട് പുള്ളിയെടുത്ത സ്റ്റാൻഡിനകത്തോ ഒന്നും വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പം ഈ പറയുന്നതൊന്നും അല്ല നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ 3 ദിവസത്തെ ഒരു ക്രമം നോക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ തിരക്കുള്ള സമയമാണ്. കാരണം അദ്ദേഹത്തിന് നിലനിൽപ്പെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എടുക്കുന്ന അദ്ദേഹം നിൽക്കുന്ന പൊളിറ്റിക്സിനകത്തും അദ്ദേഹം നിൽക്കുന്ന പാർട്ടിയുടെയും ഭാവിയുടെ കാര്യം നോക്കണം. ഇപ്പം ഇന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനകത്ത് BJP ജയിക്കും. പക്ഷേ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനകത്ത് രഹസ്യ ബാലറ്റാണ്. പ്രതിപക്ഷത്തിന് എത്ര വോട്ട്, ഭരണപക്ഷത്തിന് എത്ര വോട്ട് എന്നുള്ളതുണ്ട്. ഓരോ വോട്ട് ഭരണപക്ഷത്തിനകത്തു നിന്ന് വെളിയിൽ പോയാൽ നാളെ ഇവിടുത്തെ ഇന്ത്യക്കകത്തുള്ള രാഷ്ട്രീയ ചർച്ച എങ്ങനെയാവും? കേന്ദ്ര ഗവൺമെൻറ് തട്ടുകേട് പറ്റി, അതുകൊണ്ടല്ലേ അതിനകത്തുനിന്ന് വോട്ട് ചോർച്ച ഉണ്ടായത്. അപ്പോൾ വോട്ട് ചോർച്ച ഉണ്ടാകാതെ ഉപരാഷ്ട്രപതിയെ ജയിപ്പിക്കുന്നതിനും ഒരു വോട്ട് കൂടുതൽ മേടിച്ച് ഉപരാഷ്ട്രപതിയെ ജയിപ്പിക്കുന്നതിനകത്തുമൊക്കെ പൊളിറ്റിക്സ് ആ രീതിയിൽ നിൽക്കുന്നുണ്ടാണ്. എനിക്ക് ഈ പറയുന്ന പോലെ നരേന്ദ്രമോദി ഇതിനകത്ത് പങ്കെടുക്കാതെ പോയത്. അല്ലാതെ അതിനകത്ത് ബ്രിക്സിനകത്ത് ഒരു കുഴപ്പമുള്ളതോ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിനകത്തൊരു വ്യത്യാസം വന്നതോ അമേരിക്കയോട് സ്നേഹം കൂടുതലായിട്ട് വന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന RIC ബന്ധത്തിനകത്ത് കുഴപ്പം വന്നതൊന്നുമല്ല. നമുക്കറിയാം നമ്മളുടെ വളർച്ചയിൽ, ഇന്ത്യയുടെ വളർച്ചയിൽ ഈ പറയുന്ന ഇപ്പം നിൽക്കുന്ന ആൾക്കാർക്കും അതൃപ്തി ഉണ്ടെന്നറിയാം. ചൈനയ്ക്ക് ഇഷ്ടമാവൂ, അല്ലെങ്കിൽ റഷ്യക്ക് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയും. ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ആർക്കാണ് ഇഷ്ടം? ഇന്ത്യ പുറകോട്ട് നമ്മൾ 4.5 നമ്മുടെ GDP, മറ്റേൻ്റെ 30 കണ്ട അമേരിക്കൻ്റെ. നമ്മൾ 4ാമത് നിൽക്കുന്നെങ്കിൽ പറയുന്നത് എന്തോ വ്യത്യാസമുണ്ട്. എന്നാലും പറയും അവൻ വരുന്നുണ്ട് കേട്ടോ, അവൻ വരുന്നുണ്ട്, അവൻ ഇപ്പോഴേ തടഞ്ഞോണമെന്ന് മറ്റ് സൈനിക ബലത്തിന്. അപ്പോൾ ഇതേ മാനസികാവസ്ഥയിലുള്ള ആളാണ് ചൈന. പക്ഷേ ഇപ്പം അമേരിക്കയെ എതിർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന പോലെ കയറ്റുമതി ഇറക്കുമതിയെ അവൻ തടയുമ്പോൾ അതേ സ്ട്രൈക്ക് കൊടുത്തിട്ടുള്ള ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ച് അവിടെ ഉണ്ടായ പോരായ്മ നമ്മൾ ബാക്കിയുള്ളടത്തൂടെ മാറ്റം വരുത്തി നമ്മളുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതി നമ്മൾ പോകും. നാളെ കാലത്ത് ഈ കൂടെ നിൽക്കുന്നവരെ മാറ്റിവെക്കണമെങ്കിൽ മാറ്റിവെക്കും. പണ്ട് നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെ അല്ലായിരുന്നല്ലോ. എന്തുവാ, ആര് പറഞ്ഞാലും ശരി സാർ, അല്ലെങ്കിൽ ഏറാമൂളുന്ന പരിപാടി. ഇപ്പം അത് മാറ്റി. നമ്മൾ ലോകക്രമത്തിനനുസരിച്ച് നമുക്ക് നേട്ടം ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ പോളിസികൾ മാറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധി വരെ കേരളത്തിലെ മുഖ്യമന്ത്രി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ കൂടെ പറയുള്ള കാര്യം പറയാം. ഇപ്പം അയ്യപ്പ സംഗമം നടത്തുന്നെന്ന് പറഞ്ഞില്ല. അയ്യപ്പ സംഗമത്തിന് അത് പുള്ളി പറഞ്ഞാൽ പൈസ വരട്ടെ. അപ്പോൾ അതിനകത്ത് അല്ല, ഞാൻ പറഞ്ഞ പണ്ട് 1500 അമ്പലം പൊളിച്ചു കളഞ്ഞ ആളാണ് നരേന്ദ്രമോദി. എന്താ പുള്ളി ഈ ന്യായം പറയുമ്പോൾ ഹിന്ദുവാണ്, അമ്പലമാണ്, മറ്റോ റോഡ് വികസനം പറഞ്ഞെങ്കിൽ അമ്പലം പൊളിക്കണം. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് അപ്പം നമുക്കിപ്പോൾ പഴയത് ലോക സംസ്ഥ സുഖനോ ഭവന്തമൊക്കെ നമ്മുടെ അഡ്രസ്സിലുണ്ട്. പക്ഷേ നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ അടി നമ്മൾ അവന് കൊടുക്കും. പിന്നെ നമുക്ക് ബിസിനസ് ചെയ്യുന്നതിനകത്ത് ഇപ്പം ചൈനയ്ക്കുമായിട്ട് ഇന്നലെ വരെ പിണക്കുമായിരുന്നു. നാളെ വീർപ്പിച്ചൊന്നും ഇരിക്കാൻ നമ്മൾ ഇങ്ങനൊന്നും ഇരിക്കുന്നില്ല. മാറി സിസ്റ്റം മാറി നമുക്ക് കച്ചവടം ചെയ്യാം, നമുക്ക് ദോഷമില്ല. അമേരിക്ക നാളെ സ്നേഹമാണ് അല്ല, നമുക്ക് ദോഷം വരുന്ന രീതി വേണ്ട. ആ രീതിയിലേക്കാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോക്ക്. ആ രീതിയിലേക്കാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ബ്രിക്സിൻ്റെ മീറ്റിങ്ങിൽ ഇന്നലെ പങ്കെടുക്കാഞ്ഞത് പറഞ്ഞു വിട്ട ആള് മോശക്കാരനൊന്നുമല്ല. കാര്യങ്ങൾ കേട്ട് അതിന് അഭിപ്രായം ചോദിക്കാൻ വന്നത്. കാരണം S ജയശങ്കർ എന്ന് പറയുന്നത് മോശക്കാരനേ അല്ലാത്തൊരു ഒരു മന്ത്രിയാണ്, വിദേശകാര്യമന്ത്രി. നമുക്ക് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു വിദേശകാര്യമന്ത്രിയാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പല റീലുകളിലും കാണുന്നത് അദ്ദേഹം കൊടുക്കുന്ന കുറിക്കൊള്ളുന്ന മറുപടി എന്ന് പറഞ്ഞാൽ പല വിദേശ മാധ്യമ ജേർണലിസ്റ്റുകൾക്കും വായടപ്പിക്കുന്ന മറുപടിയാണ് കൊടുക്കുന്നത്. ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ അതൊരു കുറവായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല, കുറവായിട്ട് കാണേണ്ട കാര്യമില്ല. അദ്ദേഹം അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന് അത് ബോധ്യമുണ്ട്. പക്ഷേ ലോകം ചർച്ച ചെയ്യുമ്പോൾ പുടിൻ പങ്കെടുക്കുന്നു, ഈ പറഞ്ഞ ചൈനയുടെ പ്രസിഡന്റ് പങ്കെടുക്കുന്നു. അപ്പോൾ അതിനകത്ത് അതേ പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ. പ്രോട്ടോക്കോൾ എന്തുകൊണ്ട് നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല? അങ്ങനത്തെ ഒരു വാർത്ത വരും. പിന്നെ മാധ്യമങ്ങളുടെ ഒരു ഇതാണല്ലോ, ഒരു ക്യൂരിയോസിറ്റിയുള്ള വാർത്ത. യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാവുന്നതും നമുക്ക് മനസ്സിലാവുന്നതും യഥാർത്ഥ കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണ്. അദ്ദേഹം കഴിഞ്ഞ 3 ദിവസം കൊണ്ട് വളരെ വലിയ തിരക്കിലുമാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഒരുപക്ഷെ ബ്രിക്സിനകത്ത് ഇന്ത്യക്ക് പറയാനുള്ള കാര്യം അല്ലെങ്കിൽ ഇന്ത്യക്ക് കേൾക്കാനുള്ള കാര്യം അല്ലെങ്കിൽ കേൾക്കാനുള്ള കാര്യം വളരെ കൃത്യമായിട്ട് കേട്ട് മറുപടി പറയാൻ ഒക്കുന്ന ആളിനെ തന്നെ ഇതിന് വിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ അഭിപ്രായം അവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ടുണ്ട്. അപ്പം അതും നടക്കും ഇതും നടക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ. അല്ലാതെ ജിയോ പൊളിറ്റിക്സിനകത്ത് വ്യത്യാസമൊന്നും വരുത്തുന്നത്. നാളെ കാലത്തെ അമേരിക്ക നമ്മുടെ ശത്രുവൊന്നുമല്ല. അമേരിക്ക നമ്മുടെ അടുത്ത് വന്നാൽ നമുക്ക് ഈ പറയുന്ന സഹകരിച്ചു പോകാം. അതല്ല, അമേരിക്ക പറയുന്നത് പോലെ ഇന്ത്യ സഹകരിക്കാമെന്ന് പറഞ്ഞാൽ അത് പഴയ ഇന്ത്യ അല്ല. ഇപ്പം നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്.
ഒരുപക്ഷെ ഇന്ത്യ പഴയതുപോലെയല്ല, എല്ലാ രീതിയിലും കുതിപ്പിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനകത്ത് വലിയ അഭിപ്രായമുള്ളതും അല്ലെങ്കിൽ നമ്മളെ അംഗീകരിച്ച് പോകുന്നതും നമ്മൾ അതേ രീതിയിൽ വളർച്ചയിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഇന്ത്യയാണ്. അപ്പം നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും നമ്മളെ അംഗീകരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.